കൊട്ടവണ്ടിയിൽ ലോഡ് കൊണ്ടുപോകുമ്പോഴേ ഇങ്ങനെ ഒരു ചുറ്റുകളി ഉണ്ടെന്നുള്ള വിവരം എനിക്കറിയില്ലല്ലോ. അറിയില്ല. ലോഡൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ റോട്ടുമ്മക്ക് തലയും തിരിച്ചിങ്ങനെ നിന്നാലേ ഇത് ഇറക്കാൻ വളരെ ഈസിയാണ്. അത് ശരി. അതെങ്ങനെയാന്നുള്ളത് കണ്ടിരിക്കണം ചെയ്യും. ഇല്ല, എങ്ങനെയാണ്? കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഇറക്കുക എന്നുള്ളത്. ഇങ്ങനെ ആക്കണ ഒരച്ചടിക്കാണ്ട് ഇറക്കി എല്ലാം ഇറക്കി. ഫുള്ള് പോയിന്താ. ഇതാണ് ഇതിന്റെ സംഭവം. മനസ്സിലല്ലേ? ലോഡ് കയറ്റിയാണ്ട് ഈ നീളമുള്ള സാധനം വെച്ചാണ്ട് റോട്ടുമ്മക്ക് തലയും കാട്ടിക്കാണ്ട് ഇങ്ങനെ നിന്ന് ആ പോട്ടനെ പിടിച്ച് ചവിട്ടാൻ ആളില്ല കഴിഞ്ഞിട്ടല്ലേ. ബസ്സേരം റോങ് സൈഡിൽ കൂടെയാണ് വരുന്നത് എങ്കിലും ഈ കൂടെ ഓവർടേക്ക് ചെയ്തൊക്കെ വരൂലേ. പക്ഷെ അത് നമ്മളിത് കയറ്റി തലയിട്ട് നിൽക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ തലയിൽ ഇത് ലോഡ് നീളം കൂടുതലുള്ളതാണ്. അത് അന്തല്ലാതെ കൊണ്ടുപോയാണ്ട് അങ്ങനെ നിർത്താൻ വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിവ് അതിൻ്റെ ദിവസമാണ് കയറ്റുക. അല്ലെങ്കിൽ ബാക്കിൽ ഇറക്കി നിർത്തുക. അതല്ലെങ്കിൽ ആ റോഡ് കാലായിട്ട് റോഡ് കണ്ട് കയറ്റിയിട്ട് തിരിച്ചു നിർത്തുക. അല്ലാതെ എങ്ങനെ നിർത്തിയാൽ പിന്നെ ബസ്സേരം കൊണ്ടുപോയില്ല എന്താ കാട്ടപ്പോൾ. ബസ്സേരനും അന്തല്ല, ഗുഡ്സേരനും അന്തല്ല. ഇനിയിപ്പോൾ ആ ലോഡ് ഏതായാലും ബസ്സിൻ്റെ കാലിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഒക്കെ തമർന്നുണ്ടാവും. അത് കാണുന്നില്ല, അത് അപ്പുറത്താണ്. മനസ്സിലായോ? നന്നായി. ഇനിയിപ്പോൾ ആ ലോഡ് അയച്ചാൽ മതി. അയിമക്കൊക്കെ വെച്ച് കെട്ടിയിട്ട് വേണം. ആ ബസ്സേറിന് ആശ്രമസ്ഥം വേറെ നോക്കണം. അത് കേസായി, കുൽമാലായി. ഇതൊക്കെ നീളം കൂടുതലുള്ള സാധനം കൊണ്ടാൻ പാടില്ല. ഇനി കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അത് വളരെ ശ്രദ്ധിക്കണ്ടേ. ഇമാരി ഓരോ പോട്ടന്മാർ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.